നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കഞ്ചാവ് മിഠായിയുടെ വൻ ശേഖരമാണ് എക്സൈസ് പിടികൂടിയത്. 16 കിലോ 200 ഗ്രാം തൂക്കം വരുന്ന 3140 കഞ്ചാവ് മിഠായികളാണ് പിടിച്ചെടുത്തത്. ബീഹാർ സ്വദേശി അസ്ലം അൻസാരി അറസ്റ്റിലായിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപാണ് വടകരയിൽ നിന്ന് കഞ്ചാവ് മിഠായികൾ പിടികൂടിയത്. ലഹരിയുടെ ഉറവിടത്തിലേക്കും അന്വേഷണം നീട്ടാനാണ് എക്സൈസ് നീക്കം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ പ്രധാനമായും ലക്ഷ്യമിട്ടാണ് ലഹരി സംഘം കഞ്ചാവ് മിഠായി എത്തിക്കുന്നത്. ശ്രദ്ധയും ജാഗ്രതയും ഇക്കാര്യത്തിൽ കൂട്ടേണ്ടതുണ്ട്. വിൽപ്പനയ്ക്കായി എത്തിച്ച 16 കിലോയിലധികം കഞ്ചാവ് മിഠായികളാണ് കോഴിക്കോട് കൊളത്തറയിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത്. അതായത് 3140 എണ്ണം. ബീഹാർ സ്വദേശി അസ്ലം അൻസാരിക്ക് വിലങ്ങുവെച്ചു. കണ്ണാട്ടിക്കുളം റോഡിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഇയാൾ വലയിലായത്. കടമുറിയോട് ചേർന്നുള്ള നമ്പറില്ലാത്ത കെട്ടിടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് മിഠായികൾ. ബീഹാറിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇയാൾ കഞ്ചാവ് മിഠായികൾ എത്തിച്ചത്. നമ്മളിപ്പോൾ നിലവിൽ കേസ് എടുത്തിരിക്കുന്ന കനാബിസ് എന്നൊരു സെക്ഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് 20. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് അതിനകത്ത് THC ടെട്രാഹൈഡ്ര കാനാബിനോൾ എന്ന് പറഞ്ഞിട്ട് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നമ്മൾ ഈ വടകര എടുത്ത കേസിൽ നമ്മൾ അതിന് കെമിക്കലിൽ വന്നപ്പോൾ ലാബ് റിസൾട്ട് വന്നപ്പോൾ ഈ THC അതിനകത്തുണ്ട്. അപ്പോഴത്തേക്ക് സെക്ഷൻ മാറും, നമ്മൾ കുറച്ചുകൂടി ഗൗരവമേറിയ സെക്ഷനിലേക്ക് മാറും. സെക്ഷൻ 1 തന്നെയായിരിക്കും. നമ്മൾ ഈ കേസ് നമ്മളിപ്പോൾ കനാബിനോൾ എടുത്താലും അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇനിയിപ്പോൾ THCയിലേക്ക് വന്നാലും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. കാരണം THC വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ 5 ഗ്രാമിന് മുകളിൽ 2 ഗ്രാമിന് മുകളിലേക്ക് അത് നമ്മൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അതുപോലെ തന്നെ 100 ഗ്രാമിന് മുകളിലേക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വലിയ കേസാണ്. കിട്ടാവുന്നതിന് ഇപ്പോൾ നമുക്ക് 16 കിലോ ഉള്ള കേസുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു പക്ഷേ ഈ മിഠായിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കേസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. കഞ്ചാവിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്ര കാനാബിനോളാണ്, THC എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് സ്മെല്ലുണ്ടാവും. ഇത് നമ്മൾ ശരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മളിത് ഞരടി മണക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അതിന് സ്മെല്ലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിറ്റക്ഷൻ വരുന്നത്. പിന്നെ അതിന് സമാനമായ കേസുകളിലൊക്കെ നമുക്ക് എന്താ കഞ്ചാവ് ഉണ്ടെങ്കിൽ നമ്മളതിനാണല്ലോ എക്സ്പീരിയൻസ് ചാൻസ് ആണല്ലോ. നമുക്കതിനകത്ത് കഞ്ചാവിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ, പിന്നെ നമുക്ക് കിറ്റുണ്ട്. കിറ്റ് വെച്ച് നമ്മൾ പരിശോധിക്കും. കഞ്ചാവിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് കിറ്റ് വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം. ആഴ്ചകൾക്ക് മുൻപ് വടകരയിൽ നിന്നും കഞ്ചാവ് മിഠായികൾ പിടികൂടിയിരുന്നു. ലഹരിയുടെ ഉറവിടത്തിലേക്കും അന്വേഷണം നീട്ടാനാണ് എക്സൈസ് നീക്കം. ഇദ്ദേഹം ഇതിവിടെ ഒരു വാടക വീട് ഇപ്പം നിലവിൽ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം അത് ഇങ്ങോട്ടായിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മളിൽ കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് അതേക്കുറിച്ച് ഇനി മറ്റേതെങ്കിലും ആൾക്കാരുണ്ടോ, ഇനി വേറെ എവിടെയെങ്കിലും ഹൈഡ് ഔട്ട്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. 100% സോഴ്സിലേക്ക് പോകുന്നുണ്ട്. കാരണം നമ്മൾ അതിനകത്ത് സോഴ്സാണല്ലോ നമുക്ക് പ്രധാനം. നമ്മളിപ്പോൾ ഈ ചെറുകിടക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല, സോഴ്സാണ് പ്രധാനം. 100% നമ്മൾ അതിൻ്റെ സോഴ്സിലേക്ക്, ഇനി മുമ്പുള്ള കേസുകളിലും അങ്ങനെ തന്നെ നമ്മൾ സോഴ്സിലേക്ക് എത്തും. സോഴ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരപ്രകാരം ഒരു SD ഫാർമസി എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. നമ്മളത് കണ്ടെത്തണം. അയാൾ ചോദിച്ചപ്പോൾ അയാൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ ഒരു കടയിൽ നിന്ന് വാങ്ങി എന്നാണ് പറഞ്ഞത്. നമുക്കത് കസ്റ്റഡിയിൽ എടുക്കുകയും മറ്റ് എന്തായാലും തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.